ISL-ൽ പുതിയ ടേബിൾ ടോപ്പേഴ്സ് എത്തിയിരിക്കുന്നു. അതെ, ഈസ്റ്റ് ബംഗാൾ. അപ്പോ ഈസ്റ്റ് ബംഗാളിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവര് ടൈറ്റിൽ അടിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ. കാരണം 10 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 3 തോൽവിയും ഒരു ഡ്രോയുമായിട്ട് 21 പോയിന്റുമായിട്ട് ഈസ്റ്റ് ബംഗാൾ ഇപ്പോ ISL-ന്റെ തലപ്പത്ത്, അതായത് ടേബിൾ ടോപ്പിൽ ഇരിക്കുകയാണ്, 1ാം സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ എല്ലാവരും ടൈറ്റിൽ അടിക്കും എന്ന് ISL തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞ മോഹൻ ബഗാൻ ആവട്ടെ 9 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ജംഷഡ്പൂർ ഉണ്ട്, ഓക്കെ ഫൈൻ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നാലും നമ്മൾ ഫേവറേറ്റ് ആയിട്ട് കണ്ടിരുന്നത്, അല്ലെങ്കിൽ ISL അടിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നത് ബഗാൻ തന്നെയാണ്. കാരണം അടിക്കുകയാണെങ്കിൽ ബഗാൻ തന്നെ അടിക്കണം. നമ്മൾ ISL തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബഗാൻ ഈ തവണ ടൈറ്റിൽ അടിച്ചില്ലെങ്കിൽ അവർ ടീം പിരിച്ചുവിടുന്നതാണ് നല്ലത്. കാരണം ഇത്രയും ക്രൈസിസിലൂടെ ഓരോ ടീമുകളും കടന്നു പോയപ്പോ ഒരു പ്രശ്നവും ഇല്ലാതെ അവരുടെ കറണ്ട് സ്ക്വാഡിനെയും കൊണ്ട് തന്നെ ISL കളിച്ച ഒരേ ഒരു ടീം അത് ബഗാനാണ്. അപ്പൊ ബഗാൻ അടിച്ചില്ലെങ്കിൽ ഏറ്റവും ഇന്ത്യൻ നാഷണൽ സ്ക്വാഡ് മുഴുവൻ അവിടെ ഉണ്ട്, അവരുടെ എല്ലാ വിദേശ താരങ്ങളും ഉണ്ട്. അപ്പോ എല്ലാം കൊണ്ടും ടൈറ്റിൽ അടിക്കാൻ യോഗ്യത ഉള്ളത് ബഗാൻ തന്നെയാണ്. പക്ഷെ ബഗാന്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചർച്ച. നമുക്ക് ശരിയാണ്, ബഗാൻ ഈസ്റ്റ് ബംഗാളിനേക്കാളും ഒരു കളി കുറവാണ് കളിച്ചിരിക്കുന്നത്. 10-10 എന്ന ഒരു ഈക്വൽ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ബഗാൻ 23 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയേക്കാം. പക്ഷെ നമുക്ക് ആ ഒരു സാധ്യതകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ബഗാന്റെ ഈ അടുത്ത മത്സരം വരുന്നത് ഗോവയായിട്ടാണ്. അപ്പൊ അതും ഗോവയുടെ ഹോം മാച്ച് ആണ്. അപ്പൊ ഗോവ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ഗോവ അത്യാവശ്യം വൃത്തിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോ ബഗാനെ സംബന്ധിച്ച് അതൊരു ടഫ് മാച്ച് തന്നെ ആയിരിക്കും. അപ്പോ നമുക്കറിയില്ല, ആ ഒരു മാച്ച് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പം ബഗാൻ തോക്കുകയോ അല്ലെങ്കിൽ ബഗാൻ ഒരു ടൈ ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിന് അത് വീണ്ടും ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഇന്റർ കാശി ആയിട്ടാണ് ബഗാന്റെ മത്സരം. അത് ബഗാൻ ജയിക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് സ്പോർട്ടിംഗ് സിറ്റി ഡൽഹി ആയിട്ടാണ്. അതും നമ്മൾ ബഗാൻ തന്നെയാണ് മുൻതൂക്കം. അവസാനത്തെ മത്സരമാണ്. അതൊരു എന്താ പറയാ, ഒരു ഫൈനൽ ബാറ്റിൽ, അതായത് ടേബിൾ ടോപ്പേഴ്സ് ആരാണ് എന്ന് തീരുമാനിക്കേണ്ട ഒരു മത്സരം എന്ന രീതിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ISL-ന്റെ ഓരോ ആരാധകരും കാത്തിരിക്കുന്നത്. അതായത് അവസാന മത്സരം വരുന്നത് മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ. അതൊരു കിടിലം പരിപാടിയാണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഗോവയായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ, അല്ലെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന ഇന്റർ കാശിയായിട്ടും അതേപോലെ സ്പോർട്ടിംഗ് സിറ്റിയുമായിട്ടൊക്കെ ബഗാന്റെ മത്സരങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ ഈ വരുന്ന ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരം വളരെ നിർണായകമായിരിക്കും. അതൊരു ഫൈനൽ തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും ISL-ന് ഈ വർഷം ഫൈനലും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ലീഗ് സിസ്റ്റത്തിൽ തന്നെയാണ് ISL പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഫൈനലിനുള്ള വക ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ഈസ്റ്റ് ബംഗാളിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈസ്റ്റ് ബംഗാളിന് ഇനിയുള്ളത് 3 മത്സരങ്ങളാണ്. അതിലൊന്ന് പഞ്ചാബ് FC ആയിട്ടാണ്. അപ്പം ഈസ്റ്റ് ബംഗാളിന്റെ കറണ്ട് ഫോമും സിറ്റുവേഷനും അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് പഞ്ചാബിനെ തോൽപ്പിക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. പിന്നീടുള്ളത് ഇന്റർ കാശി ആയിട്ടാണ്. സോ ഇന്റർ കാശി ആയിട്ടും ബഗാൻ വിജയിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ലാസ്റ്റ് മത്സരം ബഗാനുമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോ എന്തായാലും ഈസ്റ്റ് ബംഗാൾ മത്സരങ്ങൾ തോൽക്കാതെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബഗാന് തന്നെയാണ് ഇപ്പോഴും സാധ്യത എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ബഗാന് പറ്റിയാൽ അത് ഈസ്റ്റ് ബംഗാളിന് വളരെ ഗുണം ചെയ്യുകയും വരട്ടെ. ഈസ്റ്റ് ബംഗാൾ ടൈറ്റിൽ അടിക്കട്ടെ, പുതിയൊരു ചാമ്പ്യൻസ് വരട്ടെ. ബഗാനൊക്കെ മടുത്തില്ലേ ഇവന്മാര് ടൈറ്റിൽ അടിച്ച് ട്രോഫി അടിച്ചൊക്കെ. ഇപ്പോ ഈസ്റ്റ് ബംഗാൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനും ഈസ്റ്റ് ബംഗാളിന്റെ ഒരു വരവ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഈസ്റ്റ് ബംഗാൾ ആദ്യമായിട്ട് ISL-ലേക്ക് വരുമ്പോൾ അവർക്ക് ISL-ലേക്ക് വന്ന് ഒന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അവർക്ക് ഒരു രീതിയിലും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ലായിരുന്നു ISL. പക്ഷെ ബഗാനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. ബഗാൻ ആയിരുന്നില്ലല്ലോ, ബഗാനല്ല, ഈ ATK ആയിരുന്നു. ATK ഓൾറെഡി ISL-ൽ കളിച്ച് പഴകിയ ഒരു ടീം തന്നെയായിരുന്നു. ആ ഒരു ടീമിന്റെ പേര് മാറ്റി എന്നേ ഉള്ളൂ, പിന്നെ ഓണേഴ്സും മാറി എന്നേ ഉള്ളൂ. അപ്പം ATK തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻ ബഗാൻ ആയത്. അപ്പോ അവരെ സംബന്ധിച്ചിട്ട് ISL ഒരു പുതുമ ആയിരുന്നില്ല. അപ്പൊ അവര് ATK എങ്ങനെയാണോ ISL-ൽ തുടർന്നു പോയത് അതേ രീതിയിൽ തന്നെ ബഗാൻ തുടർന്നു പോയി. പക്ഷെ എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ലെജൻഡറി ക്ലബായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിന് അവരുടെ മികവ് ISL-ൽ കാണിക്കാനുള്ള ഒരു അവസരം ഇതുവരെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ISL-ലുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റിയിരുന്നില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ കയറി വന്നിരിക്കുന്നു, ടൈറ്റിൽ റേസിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈസ്റ്റ് ബംഗാൾ ISL-ന്റെ ഒരു ടൈറ്റിൽ അടിക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. കാരണം ഈസ്റ്റ് ബംഗാളിന്റെ ഒരു വലിയ കംബാക്ക് ആയിട്ട് അതിനെ കാണാൻ കഴിയും. പിന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസിനെ സംബന്ധിച്ചിട്ട് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവര് ഒന്നുകൂടി, കാരണം ബഗാനുമായിട്ട് ഒരുപാട് പരാജയങ്ങൾ അവർ ISL വന്നതിന് ശേഷം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ആൻസർ എന്നോണം ഈസ്റ്റ് ബംഗാളിന്റെ ഓരോ ആരാധകനും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സീസൺ ആയിട്ട് ഈ ISL മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.